കണ്ണാടിപ്പറമ്പ് ചേലേരി മുക്ക് റൂട്ടിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. തിങ്കളാഴ്ച കണ്ണാടിപ്പറമ്പ് സ്കൂളിന് സമീപത്തുണ്ടായ അപകടത്തിൽ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അശ്രദ്ധയും അമിത വേഗതയുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കണ്ണാടിപ്പറമ്പ് സ്റ്റെപ്പ് റോഡിൽ നിന്നാരംഭിച്ച് ചേലേരിമുക്ക് ജംഗ്ഷനിലെത്തുന്ന റോഡിൽ അപകടം നിത്യസംഭവമാണ്. ബസ്സുകൾ നിർത്തുന്ന കണ്ണാടിപ്പറമ്പ് സ്കൂളിന്റെയും അമ്പലത്തിന്റെയും മുന്നിലാണ് തിങ്കളാഴ്ച രാവിലെ അപകടത്തിൽ യുവാവ് മരിച്ചത്. വീണ്ടും അതേ സ്ഥലത്താണ് ഇപ്പോൾ അപകടങ്ങൾ നടന്നിരിക്കുന്നത്. സ്കൂട്ടിയും വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വിനോദ്, കണ്ണാടിപ്പറമ്പാണ് സ്ഥലം. നമ്മുടെ കണ്ണാടിപ്പറമ്പ് സ്റ്റെപ്പ് റോഡിൽ നിന്ന് ചേലേരി എത്തുന്നതിന് ഇടയിലുള്ള കണ്ണാടിപ്പറമ്പ് അമ്പലം ഹൈസ്കൂൾ ഭാഗത്ത് അപകടങ്ങൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, നമുക്ക് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനെ, നമുക്ക് 20 വയസ്സിൽ താഴെയുള്ള ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനെ നമുക്ക്, അതുപോലെ തന്നെ കുറച്ച് അടുത്ത മാസങ്ങൾക്ക് മുന്നെയാണ് മറ്റൊരു കൂട്ടുകാരനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഇത് വീണ്ടും ഒരു അപകടം നമ്മുടെ കണ്ണാടിപ്പറമ്പിൽ 1-2 അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ഡിവൈഡർ സ്ഥാപിക്കണമെന്നും നിരവധി സംഘടനകളും മറ്റും ആവശ്യം ഉന്നയിച്ചെങ്കിലും ഒന്നും നടപ്പാക്കിയിട്ടില്ല. തളിപ്പറമ്പ്, പറശ്ശിനിക്കടവ്, കായിച്ചിറ, പള്ളിപ്പറമ്പ്, ചെക്കിക്കുളം, ചാലോട് ഭാഗത്തേക്കും കണ്ണൂർ ആശുപത്രി, പുല്ലൂപ്പി ഭാഗത്തേക്കും നിരവധി ബസ്സുകളാണ് ഇതുവഴി സർവീസ് നടത്തുന്നത്. ഇതിനകം 10-ലധികം അപകടങ്ങളിലായി ഈ റൂട്ടിൽ 4 ജീവനുകളാണ് പൊലിഞ്ഞത്. അപകടങ്ങൾ ഇല്ലാതാക്കാൻ അധികൃതർ മുന്നോട്ട് വരണമെന്നാണ് വ്യാപാരികളും നാട്ടുകാരും ആവശ്യമുന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.